അവള് പോവാണെങ്കിൽ പോടാ, അവളല്ലെങ്കിൽ വേറൊരു പെണ്ണ്. നീ വിഷമിക്കണ്ട. എന്റെ ക്ലാസ് അത്രയ്ക്ക് ബോറാണോ? എല്ലാവരും കട്ടടിച്ച് ഇവിടെ വന്നിരിക്കുന്നു. വാട്ട് ഹാപ്പൻ സാത്വിക്? എനിക്കൊന്നും അറിയില്ല സാറേ. ഒരു ദിവസം ആക്സിഡന്റിൽ ഞാൻ അവളെ ട്രെയിനിൽ കണ്ടു. ഫോൺ നമ്പർ കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും അവള് മിസ്സായി. പിന്നെ പ്രതീക്ഷിക്കാതെ കോളേജിൽ വെച്ച് കണ്ടു. എനിക്ക് അവളോട് 5 വർഷമായിട്ട് പ്രണയമായിരുന്നു. പിന്നെ എന്നെ അവൾക്ക് വേണ്ടതായി. എന്തിനാ സാറേ പ്രണയത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കുന്നത്? എന്ത് ജീവിതം സാറേ? ലൈഫ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം വലിയ വലിയ പുസ്തകങ്ങളിൽ മാത്രമായിരിക്കില്ല. ഇതുപോലെയുള്ള വീക്കിലി മാഗസിനിലും ഉണ്ടാവാറുണ്ട്. കണക്റ്റിംഗ് ഡോട്ട്സ്. നമ്മുടെ ലൈഫും ഇങ്ങനെ കണക്റ്റിംഗ് ഡോട്ട്സ് പോലെയാണ്. ഈ ജേണി ഒരു ഡോട്ടിൽ നിന്ന് തുടങ്ങി ഡോട്ട് ബൈ ഡോട്ടായി പോയിക്കൊണ്ടേയിരിക്കും. എതിരെ വരുന്ന ഓരോ ഡോട്ടും ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരു ഇൻസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ആയിരിക്കാം. ഈ ജേണിയിൽ അപ്പ് ഉണ്ടായിരിക്കാം, ഡൗൺ ഉണ്ടായിരിക്കാം, ഒരു സെക്കൻഡിൽ എന്തും തന്നെ സംഭവിക്കാം. ചില ഡോട്ട്സ് മാത്രം നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയാൽ ഇറ്റ്സ് മീനിങ്ലെസ്. എല്ലാ ഡോട്ട്സും കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മുടെ ജീവിതം മനസ്സിലാക്കാൻ പറ്റൂ. Now see? Look. Beautiful, sir. Yes, but remember one thing. എല്ലാവരുടെ ലൈഫും ഇതുപോലെ ഭംഗിയായിരിക്കണമെന്നില്ല. എങ്ങനെ വേണേലും ആവാം. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ടച്ച് ചെയ്തു പോകുന്ന ഓരോ ഡോട്ട്സിനെ പോലെയും ഇരിക്കും. പക്ഷേ ആ ഡോട്ട്സ്, അതായത് നമ്മുടെ ഫ്യൂച്ചർ, ഡെസ്റ്റിനി ആയിരിക്കും തീരുമാനിക്കുക. ഹേ ജീവ, ചേട്ടാ. ജീവ, മൈ ഫ്രണ്ട്. ഹലോ സർ. ജീവ, ഇതാണ് ചേട്ടൻ, പപ്പി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാംഗ്ലൂർ, സോഫ്റ്റ്വെയർ, ഇന്റലിജന്റ്. അത് മാത്രമല്ല, ഹീസ് എ ബ്രേവ് മാൻ. Yes, I'm a brave man. Brave. നിങ്ങൾ സംസാരിക്കേ, ഞാൻ കോഫി കൊണ്ടുവരാം. ഓക്കെ. പപ്പി സർ, ഇത് നിങ്ങളുടെ നിക്നെയിം ആണോ? എന്റെ ശരിക്കുള്ള പേര് പാപ്പാറാവ് എന്നാണ്. എന്റെ ഭാര്യ സ്നേഹപൂർവ്വം എന്നെ പപ്പി എന്ന് വിളിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ചിലപ്പോ അമ്മ വെച്ച പേരിനേക്കാളും സ്നേഹമുള്ള ഭാര്യ വെക്കുന്ന പെറ്റ് നെയിം ആയിരിക്കും നന്നായിരിക്കാം. പപ്പി, അടിപൊളി പേരാട്ടോ. ഹായ്, നിനക്കൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ചോക്ലേറ്റ്. ഹലോ, ചെറിയ കുട്ടികൾ ചോക്ലേറ്റ് കഴിച്ച കാവിറ്റി ഫോം ആവുന്ന അറിയില്ല നിങ്ങൾക്ക്? ടിവിയിൽ ടൂത്ത് പേസ്റ്റ് ആടൊന്നും കാണാറില്ലേ? നമ്മുടെ പേസ്റ്റിൽ ഉപ്പുണ്ടല്ലോ ഡാഡി. കുന്തം കുന്തം പോടിയാത്തോടും. എന്റെ ഡാഡിക്ക് ഒന്നും അറിയില്ല, അതിങ്ങ താ. ഹേ, കോഫി. ഓ, താങ്ക് യു. താങ്ക്സ് എനിക്കല്ല, ചേച്ചിയോട് പറ. ഹായ് ജീവ. ഹായ് ചേച്ചി. അങ്കിള് വാ, നമുക്ക് ചിറ്റയുടെ റൂമിലേക്ക് പോകാം. ചെറിയമ്മയുടെ റൂമിലേക്കോ? എടേ കാന്താരി, അവനെന്തിനാണ് വിളിച്ചോണ്ട് പോന്നേ? ചേട്ടാ, ജീവ എപ്പോഴും ട്രയൽ പീരിയഡിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ, നോട്ട് ഓക്കെ എങ്കിൽ നോട്ട് ഓക്കെ. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ അല്ല, ഓക്കെ 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 ഓക്കെ. കണ്ടോ നിന്റെ അനുജത്തിക്ക് എന്നോടുള്ള ബഹുമാനം? ഞാൻ സമ്മതിച്ചാൽ അവൾ ഓക്കെ പറയൂ. ഫോർമാലിറ്റിക്ക് ചോദിച്ചതാവും പപ്പി. സത്യമായിട്ട് പറഞ്ഞതാ. ഞാനിപ്പോ ഒരുപാട് ആലോചിച്ച് വേണം ഓക്കെ പറയാൻ. നിങ്ങൾക്ക് അത്ര സീനില്ല, പോയി തുണി മുക്കിയേക്ക്. തുണിയോ? തുണിയോ? മുക്കിയേക്കാം. എടി, നിന്നെ അവിടെ അമ്മ വിളിക്കുന്നുണ്ട്, ചെല്ല്. ഈ അമ്മയുടെ ഒരു കാര്യം എപ്പോ നോക്കിയാലും വിളിച്ചോണ്ടിരിക്കുള്ളൂ. അങ്കിളെ സൂക്ഷിച്ചോളണം, ഞാൻ തിരിച്ചു വരും. എടി പോടി. അവളുടെ വായിന്ന് വീഴുന്ന സംസാരം കേട്ട കൊച്ചുകുട്ടിയാന്ന് വിശ്വസിക്കില്ല. ഇന്റീരിയർ ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ കളറ് റൊമാൻറ്റിക്. അത് ആ മഞ്ഞയും ചുവപ്പും മിക്സ് ചെയ്ത കോമ്പിനേഷൻ ഉണ്ടല്ലോ, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് മൈ സെലക്ഷൻ. എത്ര റൊമാൻറ്റിക് ആണെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തേക്ക് നമ്മളിങ്ങനെ റൂമിൽ ബോർ അടിച്ചിരിക്കുക. ഓ അതോ,
എനിക്ക് ബിഗ് ബോസ് ഷോ ടിവിയിൽ കാണുന്നതിനേക്കാളും ലൈവിൽ കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഈ റൂമിൽ TV പോലും ഇല്ല, പിന്നെ എങ്ങനെ ലൈവ് ഷോ കാണും? I'll show you. Come. ഇതാണ് എന്റെ റിയാലിറ്റി ഷോ നടക്കുന്ന സ്ഥലം. ഇവിടെയോ? മൊത്തം 40 ഫാമിലീസ്, 150 റെസിഡൻസ്. ഓരോരുത്തരും ഓരോ ടൈപ്പാ. ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ഉള്ള റിയാലിറ്റി ഷോ വേറെ എന്താ ഉള്ളത്? എന്ന് വെച്ചാ ഇവിടെ ഇരുന്ന് എല്ലാവരും വാച്ച് ചെയ്യുക. ഇറ്റ്സ് പീപ്പിൾ വാച്ചിങ്. പീപ്പിൾ വാച്ചിങ്ങോ? മറ്റുള്ളവരുടെ ലൈഫ് വാച്ച് ചെയ്യുന്നത് തെറ്റല്ലേ? ഫേസ്ബുക്ക് ട്വിറ്ററിലൊക്കെ ഈ ആളുകളെ കാണിച്ചു കൂട്ടുന്ന എന്താ? അതൊക്കെയല്ലേ. ഹേ, അങ്ങോട്ട് നോക്ക്, ലെഫ്റ്റിലോട്ട് നോക്ക്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹേയ്, അത് ACP രാമചന്ദ്രനല്ലേ, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്? യെസ്. ഹോൾ സിറ്റിയിൽ ഇദ്ദേഹം വെച്ചാ ആണല്ലേ? അങ്ങോട്ട് നോക്ക്. അതെന്താ? അതെന്തിനാ പേടിക്കുന്നത്? ഭാര്യയാണോ? ഭാര്യയായിരുന്നെങ്കിൽ ഇന്നേരം തല്ല് മേടിച്ചേനെ. ഓ, ഡ്യൂവൽ സിം ആയിരുന്നോ? എനിക്കറിയില്ല കേട്ടോ. ദേ താഴെ കാണുന്ന ഗ്യാങ്ങാ പറഞ്ഞ്. ആരാ അവര്? കുടുംബശ്രീ മീറ്റിംഗ് ആണോ? അല്ല, ഗോസിപ്പ് ഗ്യാങ്. ഗോസിപ്പ് ഗ്യാങ്ങോ? അവർക്ക് സ്വന്തം ലൈഫിനേക്കാളും മറ്റുള്ളവരുടെ ലൈഫ് എങ്ങനെയാന്ന് അറിയുന്നതിൽ ആഗ്രഹം കൂടുതൽ. ഏകദേശം നിന്നെ പോലെ. ഹായ്, അതാണ് എന്റെ ഫ്രണ്ട്, ഗോസിപ്പ് ഗ്യാങ് ലീഡർ. ഇപ്പൊ അവര് നമ്മളെയും കണ്ടില്ലേ, ഇനി നമ്മളെ കുറിച്ചും ഗോസിപ്പ് പറയും. നമ്മളെ കുറിച്ച് ഗോസിപ്പോ? നൈസ് നൈസ്. അല്ല, ഈ അപ്പാർട്ട്മെന്റ്സില് നമ്മളെ പല ആരുമില്ലേ? ഇവിടെ ഒരു സ്വർണ്ണമുണ്ട്. സ്വർണ്ണോ? യെസ്. ഇത്രയും ഫാമിലീസിന്റെ ഇടയിലുള്ള ഒരേ ഒരു ഗ്രേറ്റ് ബാച്ചിലർ. എവിടെ? ദാ നോക്ക്, അവിടെ. അല്ല, അവൻ എന്താ ട്രൈ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അവൻ എന്തോ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഷട്ട് അപ്പ്, അത് യോഗയാ. ഓഹോ, അത് യോഗയാണ്. ഇയാള് ബാബ രാംദേവ് ആണ്. ടൈം കിട്ടുമ്പോഴൊക്കെ യോഗ ചെയ്തോണ്ടേയിരിക്കും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ അപ്പാർട്ട്മെന്റ് നോക്കും. ഓ, വാച്ച്മാൻ ആണോ? ചേച്ചാ, സ്വച്ഛ് അപ്പാർട്ട്മെന്റ് പേരും വെച്ച് എല്ലാം ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ഫ്രീ സർവീസ് ചെയ്തോണ്ടിരിക്കുക. ഹീറോസ് എല്ലാം യോഗ ചെയ്ത് 0 സൈസ് ആവാൻ നോക്കുന്നു, പക്ഷെ അയാള് വീർത്ത പന്നിയാണല്ലോ. എനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പൊ നിനക്ക് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കാണിക്കാം. ഇൻഫാക്ട് എനിക്ക് പീപ്പിൾ വാച്ചിങ്ങിനോട് ഇൻട്രസ്റ്റ് വന്നത് തന്നെ അവരെ കണ്ടതിന് ശേഷമാ. അങ്ങോട്ട് നോക്ക്. പുതിയതായിട്ട് കല്യാണം കഴിച്ചാൻ തോന്നുന്നു. 2 months ബാക്കാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് വന്നത്. ഓ, പുതിയ ദമ്പതികളാണെങ്കിൽ ദിവസവും തരികിടത്തും തരികിടത്തുമാണല്ലേ? അതുകൊണ്ടായിരിക്കും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അതൊന്നുമല്ല, അങ്ങോട്ട് നോക്ക്. അവൻ ശരിക്കും ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു. സ്നേഹമുള്ളതുപോലെ അഭിനയിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയും ചെയ്യും. അവരെപ്പോഴാ സന്തോഷത്തിലിരിക്കുന്നത്, എപ്പോഴാ സങ്കടത്തിലിരിക്കുന്നെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പക്ഷെ ആ പെണ്ണിനെ കാണുമ്പോ ശരിക്കും പാവം തോന്നാറുണ്ട്. എന്റെ മേടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെൻ കട്ടുകൊണ്ട് പോയേ, എന്റെ മേടെ ബ്രാൻഡ് കുപ്പി. ഞാൻ ഹലോ മിസ്റ്റർ സ്വർണ്ണച്ചേട്ടാ. ഹേയ്, ആരാ മനുഷ്യ നീ? കാണാൻ ബ്യൂട്ടി ഉണ്ടെന്ന് കരുതി സ്വർണ്ണച്ചേട്ടനാണോ വിളിക്കേണ്ടത്? എന്റെ പേര് ഇതൊന്നും അല്ല, പക്ഷെ സ്വഭാവം തങ്കപ്പെട്ടതാ. ഓ, അപ്പൊ നിങ്ങളുടെ പേര്? പാൽക്കുളങ്ങര സത്യം. ഓ, നൈസ്. അല്ല, നിങ്ങളുടെ വീട് അവിടെ? വാട്ട് ആർ യു ഡൂയിങ് ഇവിടെ? വേസ്റ്റുകള്. ഒരു ഇന്ത്യൻ സിറ്റിസനായ ഞാൻ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തിനെ വളരെ വൃത്തിയായി കാണാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും ചേർന്ന് ഈ വേസ്റ്റുകൾ ഇല്ലാണ്ടാക്കണം.